മക്കളെ, ഇന്ന് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് സഫരോം കി ജുഗൽബന്ദി എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാം. സഫരോം കി ജുഗൽബന്ദി എന്ന് പറഞ്ഞാൽ യാത്രകളുടെ സംയോജനം. സഫർ എന്ന് പറഞ്ഞ യാത്ര, സഫരോം കി ജുഗൽബന്ദി യാത്രകളുടെ സംയോജനം, കോമ്പിനേഷൻ ഓഫ് ജേണീസ്, അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഇതിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഗിഡ്കി എന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ. അഞ്ജു ഗർബന്ദയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു ലഘുകഥയാണ്. ഈ പിക്ചർ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് സംഭവം. ഒരു യാത്രയാണ് അല്ലേ, ഒരു ട്രെയിൻ യാത്രയാണ് ഇവിടെ പറയുന്നത്. നോക്കാം. होशियारपुर से शादी का बुलावा आया था, ट्रेन से जाना तय हुआ. ഹോഷിയാർപുരത്ത് നിന്ന്, ഹോഷിയാർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ് ഹോഷിയാർപൂർ. ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം, കാരണം നിങ്ങൾക്ക് എക്സാമിന് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹോഷിയാർപൂർ സേ ഷാദി ക, ഷാദി പറഞ്ഞ വിവാഹം, ബുലാവ ക്ഷണം, ആയാത വന്നിട്ടുണ്ടായിരുന്നു. ഹോഷിയാർപുരത്തു നിന്നും വിവാഹത്തിൻ്റെ ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ സേ ജാനാ തൈ ഹുവ, ട്രെയിനിൽ പോകാമെന്ന്, തൈ ഹുവ തീരുമാനിച്ചു, ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി, സർദി തണുപ്പ്, ഹൽക്കി ഹൽക്കി അല്പാൽപമായിട്ട്, അതായത് നേരിയ തണുപ്പ്, ദസ്തക് ദേനെ ലഗീതി, ദസ്തക് ദേന അനുഭവപ്പെടുക, ലഗീതി തുടങ്ങിയിരുന്നു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗീതി, തണുപ്പ് പതുക്കെ പതുക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നേരിയ തണുപ്പ് ഉള്ള ഒരു കാലാവസ്ഥയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇസ്ലിയെ സോച്ച, ഇതുകൊണ്ട് തന്നെ, ഇസ്ലിയെ ഇതുകൊണ്ട്, സോച്ച ചിന്തിച്ചു, चलो इस बार एसी के बजाय जनरल कोच से सफ़र का आनंद लिया जाए. പോവാം, ഇസ് ബാർ ഇപ്രാവശ്യം, എ സി കെ ബജായ് എ സി ഇല്ലാതെ, ബജായ് പറഞ്ഞാൽ കൂടാതെ, ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായേ, ജനറൽ കോച്ചിൽ യാത്രയുടെ ആനന്ദം ആസ്വദിക്കാം. ഇതേവരെ എ സി കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ആ സമയത്ത് എങ്ങനെയാണ് കാലാവസ്ഥ? ഒരു തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് നിശ്ചയിച്ചത്? ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാം, എന്നിട്ട് ആ യാത്രയുടെ ആനന്ദമൊന്ന് ആസ്വദിക്കാം എന്ന് കരുതി. പഹലെ ബീബി ബച്ചെ ജനറൽ സേ ജാനെ പർ കുച്ച് നാരാസ് ഹുയേ, അങ്ങനെ ജനറൽ കോച്ചിലെ യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഭാര്യയോടും മക്കളോടും അല്ലേ. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? പഹലെ ബീബി ബച്ചെ, ആദ്യം ബീബി ഭാര്യയും കുട്ടികളും, ആദ്യം ഭാര്യയും കുട്ടികളും ജനറൽ കോച്ച് സേ ജാനെ പർ, ജനറൽ കോച്ചിൽ പോകുന്നതിനെ പറ്റി, ആ ജനറൽ കോച്ചിലാണ് യാത്ര ചെയ്യുന്നത് എന്ന കാര്യം അറിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും നാരാസ് ഹുയേ, നാരാസ് എന്ന ദേഷ്യം, അവർക്ക് അതായത് അവരെ എതിർപ്പ് പ്രകടിപ്പിച്ചു. നാരാസ് പറഞ്ഞ ദേഷ്യം പ്രകടിപ്പിച്ചു. അവർക്ക് ഇഷ്ടമില്ല എന്ത്? ജനറൽ കോച്ചിലുള്ള യാത്ര ഭാര്യയ്ക്കും മക്കൾക്കും ഇഷ്ടമില്ല അല്ലേ. പർ ഫിർ ദോടി നാ നുക്കൂർ കെ ബാദ് മാൻ ഗയേ, പർ പക്ഷേ, ഫിർ പിന്നീട്, ദോടി നാ നുക്കൂർ കെ ബാദ് കുറച്ച് എതിർപ്പുകൾക്ക് ശേഷം, നാനുക്കൂർ പറഞ്ഞാൽ എതിർപ്പ്, കുറച്ച് എതിർപ്പുകൾക്ക് ശേഷം, കുറച്ച് സമയം അവരെ എതിർത്ത് നിന്നല്ലോ, അങ്ങനെ കുറച്ച് സമയത്തെ എതിർപ്പുകൾക്ക് ശേഷം മാൻഗയെ അംഗീകരിച്ചു. അങ്ങനെ അവരുടെ യാത്ര ജനറൽ കോച്ചിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഭാര്യയും മക്കളും അതുപോലെ തന്നെ നമ്മുടെ കഥാകാരനും കൂടി പോവാൻ വേണ്ടി തീരുമാനിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ, ദില്ലിയിൽ നിന്നും, അപ്പോൾ എവിടെ നിന്നാണ് ഇവർ യാത്ര തുടങ്ങുന്നത്?
ദില്ലി, ഡൽഹിയിൽ നിന്നാണ് അവർ യാത്ര തുടങ്ങുന്നത് അല്ലേ. എവിടേക്കാണ് യാത്ര പോകുന്നത്? ഹോഷിയാർപൂറിലേക്കാണ് യാത്ര പോകുന്നത്. എന്തിനാണ് ഹോഷിയാർപൂറിലേക്ക് യാത്ര പോകുന്നത്? ഷാദി കേലിയ അല്ലേ. എന്തിനാണ്? വിവാഹത്തിന് വേണ്ടി. വിവാഹക്ഷണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹത്തിന് വേണ്ടിയാണ് അവർ ഡൽഹിയിൽ നിന്നും ഹോഷിയാർപൂറിലേക്ക് യാത്ര ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്നും ഹോഷിയാർപൂറിലേക്ക് ഏകദേശം എത്ര മണിക്കൂർ യാത്രയുണ്ട് എന്നാണ് പറയുന്നത്? ലഗ്ഭഗ് 8 घंटे, ഏകദേശം 8 മണിക്കൂർ യാത്രയാണുള്ളത്. സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തോ സ്യാദാ പരേശാനി നെഹി ഹുയി, അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ട്, പരേശാൻ എന്താണ്? ബുദ്ധിമുട്ട്, പ്രയാസം എന്നൊക്കെ പറയും. കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നില്ല. സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല. ബച്ചോനെ ജഡ് ഗിഡ്കി വാലി സീറ്റ് ചബഡ്ലി, കുട്ടികൾ ജഡ് പെട്ടെന്ന്, ഗിഡ്കി വാലി സീറ്റ് വിൻഡോ സീറ്റ്, ചബഡ്ലി കരസ്ഥമാക്കി. എന്താണ് ഉണ്ടായത്? അങ്ങനെ അവർ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പുറപ്പെട്ടു. ആ സമയത്ത് കുട്ടികൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? വിൻഡോ സീറ്റ് അവർ കരസ്ഥമാക്കി. സാരാ സാമാൻ സെറ്റ് കർ മേം ആർ പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയേ, എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും സെറ്റാക്കിയതിന് ശേഷം, എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം, മേം ഓർ പത്നി ഞാനും ഭാര്യയും ബാത്തോമേ മഷ്ഗൂൽ ഹോഗി സംസാരത്തിൽ മുഴുകി. മഷ്ഗൂൽ ഹോന പറഞ്ഞാൽ മുഴുകുക. ഞങ്ങൾ രണ്ടുപേരും സംസാരത്തിൽ മുഴുകി. ദീദി ജമ്മു കി ഷാൽ ലേലോ ബഹുത്ത് ബഡിയാ ഹേ, അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വണ്ടിയിലിരിക്കുന്നു. ആ സമയത്ത് ട്രെയിനിലേക്ക് ഒരു യുവതി കയറി വരുന്നു. എന്നിട്ട് ആ യുവതി വിളിക്കുകയാണ്, ദീദി ജമ്മു കി ഷാൽ ലേലോ, ജമ്മു കാശ്മീരിലെ ഷാളാണ്, ലേലോ വാങ്ങിച്ചോളൂ, ബഹുത്ത് ബഡിയാ ഹേ, വളരെ മേൽത്തരം, എന്താണ്? മികച്ചതാണ്, നല്ലതാണ്. ബഡിയ പറഞ്ഞാൽ മികച്ചത്, നല്ലത്, നല്ല സാധനമാണ് ചേച്ചി, ജമ്മു കാശ്മീരിൽ നിന്നും കൊണ്ടുവന്ന ഷാളാണ്, വളരെ നല്ലതാണ്, മേൽത്തരം എന്താണ് പറയുക ഷാളാണിത്, അതുകൊണ്ട് നിങ്ങളിത് വാങ്ങിച്ചോളൂ എന്ന് യുവതി പറയാണ് പത്നിയോട്. रंग बिरंगी शालों का भारी गट्ठर उड़ाए एक सांवली सलोनी कजरारी आंखों वाली युवती പത്നി കോ ഇസരാർ കർണേ ലഗി. അപ്പം എന്താണ് ലേഖകൻ പറയുന്നത്? രംഗ് ബിരങ്കി ഷാളോങ്ക, പല വർണ്ണങ്ങളിലുള്ള ഷാളുകളുടെ, രംഗ് ബിരങ്കി പറഞ്ഞാൽ വിവിധ നിറത്തിലുള്ള, ഷാളുകളുടെ, ഭാരി ഗട്ടർ വലിയ കെട്ട്, ആ വലിയ ഭാണ്ഡം അല്ലെങ്കിൽ വലിയ ബാഗ്, ഉഡായെ എടുത്തുകൊണ്ട്, ഏക്ക് സാവലി സലോനി, ഒരു സാവലി പറഞ്ഞാൽ ഇരുണ്ട നിറത്തിലുള്ള, കറുത്ത നിറത്തിലുള്ള, ഇരുണ്ട നിറത്തിലുള്ള എന്നൊക്കെ പറയാം. ഇരുണ്ട നിറത്തിലുള്ള സലോനി പറഞ്ഞാൽ സുന്ദരി എന്ന് പറയാം. സലോനി കജരാരി ആങ്കോം വാലി യുവതി, കജരാരി ആങ്കോം പറഞ്ഞാൽ കറുത്ത കണ്ണുകൾ, കൺമഷി എഴുതിയ കറുത്ത കണ്ണുകൾ. അപ്പം എങ്ങനെയാണ് ആ സ്ത്രീയുടെ രൂപം എങ്ങനെയാണെന്നാ പറഞ്ഞത്? ഇരുണ്ട നിറത്തിൽ, അവരുടെ നിറം എന്ന് പറയുന്നത് ഇരുണ്ട നിറമാണ്, കൺമഷി എഴുതിയ കറുത്ത കണ്ണുകളാണ്, സുന്ദരിയായിട്ടുള്ള ഒരു യുവതി അല്ലേ. ഇരുനിറത്തിൽ കറുത്ത നല്ല സുന്ദരമായ കണ്ണുകൾ, കൺമഷി എഴുതിയ നല്ല കറുത്ത കണ്ണുകളുള്ള, ആങ്കോം വാലി യുവതി, കണ്ണുകളുള്ള ആ യുവതി, പത്നിക്കോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, ഇസരാർ കർണയിലേക്ക്, ഇസരാർ കർണ നിർബന്ധിക്കുക, ഷാള് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ തുടങ്ങി. ഇസരാർ കർണയിലേക്ക് നിർബന്ധിക്കാൻ തുടങ്ങി. കിത്തനെ കീ ഹേ, അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, കിത്തനെ കീ ഹേ, എത്രയാണ്, ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. എത്രയാണ് വില എന്ന് ചോദിക്കുന്നു. 2800 की. അപ്പം എന്താ പറയുന്നത്? 2800, 250 രൂപ. ഒരു പീസിൻ്റെ വില എന്താണ്? 250 രൂപ. 2800, 250. 2800 പറഞ്ഞാൽ 250. ഇത് നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2800. ഇത്തി മഹങ്കി, ഇത്തി പറഞ്ഞാൽ ഇത്തനി എന്നാണ് ഇവിടെ ഇത്തി എന്നതുകൊണ്ട് കേട്ടോ. ഇത്തി മഹങ്കി, ഇത്തനി മഹങ്കി, ഇത്രയും വിലയോ?
സ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. അപ്പം എന്താണ് ആ യുവതി പറയുന്നത്? സ്യാദാ പീസ് ലോഗി, കൂടുതൽ പീസ് എടുത്തോളൂ, തോ കം കർ ദൂങ്കി, എങ്കിൽ കുറച്ച് തരാം. നിങ്ങൾ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് തരാം. അതൊരു ബിസിനസ് ട്രിക്കാണ് അല്ലേ, അങ്ങനെയാണ് പറയുക. നിങ്ങൾ ഒന്നിന് നല്ല വില കൂട്ടി പറയും, എന്നിട്ട് നിങ്ങൾ കുറേ എടുത്തോളൂ, അപ്പം എന്താണ് കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തരാമെന്ന് പറയും. മുജെ ദുക്കാൻ ഗോൽനി ഹേ ക്യാ. അപ്പം എന്താണ് പത്നി ചോദിക്കുന്നത്? മുജെ ദുക്കാൻ ഗോൽനി ഹേ ക്യാ, എനിക്ക് കട തുറക്കാനാണോ? ഒരുപാട് എടുത്തിട്ട് എന്തിനാണ് എനിക്ക് കട തുറക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. ലേ ലോന, എടുത്തോളൂന്നേ, ബഹനോ ആർ ബാബിയോ കേലിയെ, നിങ്ങളുടെ സഹോദരങ്ങൾക്കും ചേട്ടത്തിമാർക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തോളൂന്നേ. മേനെ പത്നിക്കോ ഇഷാര കിയ, ഞാൻ ഭാര്യയോട് ആംഗ്യം കാണിച്ചു. ബഹനോം പറഞ്ഞാൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ബഹനോം അതുപോലെ തന്നെ ബാബിയോ, ബാബി പറഞ്ഞാൽ ചേട്ടത്തി എന്ന് പറയുന്നത് ഏട്ടൻ്റെ ഭാര്യനെ ആവാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനുജത്തി, ചേട്ടത്തി, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. നാത്തൂന്മാരെയാണ് ബാബി എന്ന് പറയാം. ബഹൻ പറഞ്ഞാൽ സഹോദരങ്ങൾ. मैंने पत्नी को इशारा किया तो उसने आंखें तरेर मुझे चुप रहने का संकेत दिया. മേനെ പത്നിക്കോ, ഞാൻ ഭാര്യയോട് ആംഗ്യം കാണിച്ചു. എന്തായിരിക്കും ആംഗ്യം കാണിച്ചത്? വാങ്ങിക്കണ്ട എന്ന് ആംഗ്യം കാണിച്ചു. तो उसने आंखें तरेर मुझे चुप रहने का संकेत दिया. എങ്കിൽ ഉസ്നെ, അവൾ, ഞാൻ അവളോട് വാങ്ങിക്കണ്ട എന്ന് ആംഗ്യം കാണിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു? ഉസ്നെ, അവൾ, ആംഗ്യം തരർക്കർ, കണ്ണുരുട്ടിയെടുത്തു, കണ്ണ് ദേഷ്യത്തോടങ്ങ് നോക്കിയിട്ട് മുജേ ചുപ് രഹനേക്കാ സംകേത് ചെയ്യാ, എന്നോട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സൂചന നൽകി. അവൾ നോക്കി, ആ നോട്ടത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ആ മിണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ആ സൂചന എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സൂചന നൽകി. അച്ഛാ 5 പീസ് ലൂം തോ കിത്തനെ കേ ദോഗി. ശരി, 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്രയാവും? 200 രൂപയെ പെർ പീസ് ലേ ലേനാ ദീദി. ഒരു പീസിന് എത്രയാണ്? 200 രൂപയെ, 200 രൂപ തന്നാൽ മതി എന്ന് പറയുകയാണല്ലേ. ഒരു പീസ് 200 രൂപ. നേരത്തെ ഒരു പീസിന് 250 രൂപയാണ് പറഞ്ഞത് അല്ലേ. 250 എന്താണ്? 250. ഫസ്റ്റ് പറഞ്ഞ എത്രയാണ്? 250 ആണ് പറഞ്ഞത്. പിന്നീട് കുറച്ച് പറഞ്ഞത് എത്രയാണ്? കുറേ പീസ് എടുക്കുകയാണെങ്കിൽ എത്രയ്ക്ക് തരാം എന്നാണ് പറഞ്ഞത്? 200 അല്ലേ, 200 രൂപ. 200 രൂപ. എന്നാ 100 രൂപയെ പെർ പീസ്. അത് വേണ്ട, അത് പറ്റൂല, 200 രൂപയ്ക്കൊന്നും പറ്റൂല. എത്രയ്ക്ക് വേണം? 100 രൂപയെ പെർ പീസ്, ഒരു പീസിന് 100 രൂപ. അപ്പോൾ നമ്മുടെ ലേഖകന്റെ ഭാര്യ പത്നി പറയാണ്. പത്നി എന്താ പറയുന്നത്? അത് പറ്റൂല, 100 രൂപയ്ക്കാണെങ്കിൽ ഓക്കെ. ഒരു പീസിന് എത്രയാണ്? ഒരു പീസിന് 100 രൂപ വെച്ചിട്ട് തരുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന രീതിയിൽ സംസാരിച്ചു. ദീദി സൗത്തോ ബൗത്ത് കാം ഹേ. ചേച്ചി 100 എന്നൊക്കെ പറയുന്നത് വളരെ കുറവല്ലേ ചേച്ചി. കത്തെ ഹുയ ഉസ്ക ഗല രൂന്ത് ഗയ. അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ ഗല രൂന്ത് ഗയ, അവളുടെ തൊണ്ട ഇടറി. അതായത് അവൾക്ക് സങ്കടം വന്നു, കരച്ചിൽ വന്നു. സങ്കടം കൊണ്ട് അവളുടെ ശബ്ദം ഇടറിപ്പോയി. और उसकी खचरारी आंखें भर गई. അവളുടെ കറുത്ത കണ്ണുകൾ, ആ കൺമഷി എഴുതിയ കറുത്ത കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് സങ്കടമായില്ലേ. 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു ലാഭവും ആർക്കും ഉണ്ടാവില്ല. അപ്പം അത്രയും ലാഭമില്ലാതെ കച്ചവടം നടത്താമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ആ യുവതിക്ക് വളരെയധികം സങ്കടമാവുകയും അവളുടെ തൊണ്ട ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. ചൽ തേരി ഇന്ന മേരി 150 പെർ പീസ്. അപ്പം എന്താ പറയുന്നത്? നടക്കട്ടെ. ഇന്ന തേരി ഇന്ന മേരി, നീ പറഞ്ഞതുമല്ല ഞാൻ പറഞ്ഞതുമല്ല, രണ്ടുപേരുടെയും വിലയല്ലാത്ത ഒരു വില. 150 പെർ പീസ്. 150 ഒരു പീസിനത്തെ പറഞ്ഞത് 150, 150 രൂപ. 150 പെർ പീസ്, 150 രൂപയ്ക്ക് ഒരു പീസ്. നേരത്തെ 250 പറഞ്ഞത്, 200 പറഞ്ഞു, 200-ൽ 100 പറഞ്ഞു അല്ലേ. ഇപ്പം ഇതിലാണ് ഉറച്ചത്? 150-ൽ ഉറപ്പിച്ചു. ഒരു പീസിന് 150 രൂപ. അച്ഛാ ദീദി ടീക്ക് ഹേ ലോ രംഗ് പസന്ത് കർ ലോ. ശരി ചേച്ചി, എടുത്തോളൂ. രംഗ് പസന്ത് കർ ലോ, ഇഷ്ടമുള്ള നിറം നോക്കിക്കോളൂ. ഇഷ്ടമുള്ള നിറം നോക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. कुछ सोचते हुए उसने कहा और गटर പത്നി के सामने सरका दिया. അപ്പം നമ്മുടെ ലേഖകൻ ഇതൊക്കെ നോക്കിയിരിക്കുകയാണല്ലേ. അപ്പം അദ്ദേഹം എന്താണ് പറയുന്നത്? കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹാ, കുറച്ച് ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് അവൾ അത് പറഞ്ഞത്. നമ്മുടെ വിൽപ്പനക്കാരിയായിട്ടുള്ള യുവതി 150 രൂപ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമയം അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് ലാഭമുണ്ടാകുമോ എന്ന കാര്യമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അവൾ ഓക്കെ പറഞ്ഞത് അല്ലേ.
കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹ, കുറച്ച് ചിന്തിച്ചതിന് ശേഷമാണ് അവൾ പറഞ്ഞത്. ആർ ഗട്ടർ പത്നിക്ക് സാമനെ സർക്കാദിയ, എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഓക്കെ പറഞ്ഞതിന് ശേഷം ഗട്ടർ, ആ വലിയ ഭാണ്ഡം, വലിയ ബാഗ്, പത്നിക്ക് സാമനെ സർക്കാദിയ, ഭാര്യയ്ക്ക് മുന്നിലേക്ക്, സാമനെ മുൻപിലേക്ക്, സർക്കാദിയ നീക്കി വെച്ചു, സർക്കാദിയ നീക്കി വെച്ചു. പത്നിനെ 5 ഷാളയും അലഗ് കർലി, ഭാര്യ 5 ഷാളുകൾ അതിൽ നിന്നും തിരഞ്ഞെടുത്തു. ഷാളയും അലഗ് കർലി, അലഗ് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക, അതിൽ നിന്നും വേർപ്പെടുത്തി എടുക്കുക. അതായത് കുറേ ഷാളുകളുണ്ട്, അതിന് ഇഷ്ടപ്പെട്ട 5 കളറ് അവർ സെലക്ട് ചെയ്തു. ആർ മേരി ഓർ ദേക്ക് രൂപയെ ദേനേക്കാ ഇഷാരാക്കിയ, ആർ മേരി ഓർ ദേക്ക്, എന്നിട്ട് എൻ്റെ നേരെ നോക്കി, ലേഖകന് നേരെ നോക്കിയിട്ട് രൂപയെ ദേനക്കാ ഇഷാരാക്കിയ, എന്ത് ചെയ്തു? പൈസ നൽകാൻ വേണ്ടിയിട്ട് ആംഗ്യം കാണിച്ചു. ഇഷാര, ആംഗ്യം കാണിക്കുക. മാനേജഡ്, ഞാൻ പെട്ടെന്ന് തന്നെ 750 അല്ലേ, എത്ര രൂപയാണ്? 750 രൂപ. നിഗാൽ കർ ദേ ദിയ, ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? 750 രൂപ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അവർക്ക് കൊടുത്തു. उसके जाने के बाद रास्ते पर पत्नी की सुई इसी बात पर अटकी रही. എന്താ പറഞ്ഞത്? ഉസ്കെ ജാനെ കെ ബാദ്, അവൾ പോയതിനു ശേഷം, അതായത് ഈ വിൽപ്പനക്കാരിയായിട്ടുള്ള യുവതി പോയതിനു ശേഷം, രാസ്തേ ബർ, രാസ്ത പറഞ്ഞ വഴിയാണ്, വഴി നീളെ, അതായത് ഈ യാത്രയിലുടനീളം ഇവരൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 8 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണ്. അപ്പോൾ ആ യാത്രയിലുടനീളം പത്നിക്ക് സുയി, ഭാര്യയുടെ ചിന്ത, ഇസി ബാത്ത് പർ അഡ്ക്കി രഹി, ഈ ഒരു കാര്യത്തിൽ തന്നെ തങ്ങി നിന്നു. അഡ്ക്കി രഹന പറഞ്ഞാൽ തങ്ങി നിൽക്കുക, ഒരു കാര്യത്തിൽ തന്നെ തങ്ങി നിന്നു. ഏത് കാര്യത്തിലാണെന്ന് നോക്കാം. वो एक बार में ही 150 में मान गई, गलती की दौड़ा തോൾ മോൽ ഓർ കർണ ചാഹിയേത, എന്താ പറയണത്? വോ ഏക്ക് ബാർ മേ ഹി 150 മേ മാൻ ഗയി, ഒരൊറ്റ തവണ പറഞ്ഞപ്പോഴേക്കും, ഒരൊറ്റ തവണയിൽ തന്നെ ഏക്ക് ബാർ മേ ഹി 150 മേ മാൻ ഗയി, 150 രൂപ അവൾ അംഗീകരിച്ചു. ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ, ശരി 150 എന്ന് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ തർക്കിക്കാനൊന്നും നിന്നിട്ടില്ല അല്ലേ. 150 ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഭാര്യ വിചാരിക്കുകയാണ്, ഞാൻ ഒറ്റ തവണ പറഞ്ഞപ്പോഴത്തേക്കും അവൾ അത് അംഗീകരിച്ചു, 150 അംഗീകരിച്ചു. ഗലത്തിക്ക്, അത് വളരെ തെറ്റായിപ്പോയി. ദോഡാ തോൾമോൽ ആർ കർണ ചാഹിയത, കുറച്ചുകൂടി വില പേശാമായിരുന്നു, കുറച്ചുകൂടെ വില പേശിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വില കുറച്ച് കിട്ടുമായിരുന്നു. അതാണ് ഈ പത്നിയുടെ ചിന്ത. और मेरी सुई अतीत में जा अटकी थी, എന്നാൽ എൻ്റെ ചിന്ത അതീത് മേ ജാ അടക്കി തി, ഭൂതകാലത്തിലേക്ക്, ആ ഭൂതകാലത്തിലുള്ള ഒരു കാര്യത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. ബേട്ടിക്കോ ഗോദമേ ബിഠാ റെയിൽഗാഡി കി ഖിड़की से झांकता मैं सोच रहा था, ബേട്ടിക്കോ ഗോദമേ ബിഠ, മകളെ മടിയിലിരുത്തിയിട്ട്, റെയിൽഗാഡി കി ഖിड़की से झांकता, ട്രെയിനിലെ ജനലിലൂടെ പുറത്തേക്ക് എത്തി നോക്കിയിട്ട്, ചാങ്കന പറഞ്ഞ എത്തി നോക്കുക, പുറത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട്, മേ സോച്ച് രഹാദ, ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. മേരെ പിതാബി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് ജബ് ദക്കേ ഹാരെ ഘർ ആത്തെ, മേരെ പിതാ, എൻ്റെ പിതാജി, പിതാജി ബി, എൻ്റെ പിതാജിയും, അതായത് എൻ്റെ അച്ഛനും, റെയിൽഗാഡിമേ സാമാൻ ബേച്ച്, ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിറ്റതിന് ശേഷം, ജബ് ദക്കേ ഹാരെ ഘർ ആത്തെ, എപ്പോഴാണോ ക്ഷീണിച്ച് അവശനായി വീട്ടിലേക്ക് വരാറുള്ളത്, തോ ഉസ്കി ആങ്കോ മേംബി വഹി നമീതി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും അതേ നനവുണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോ മേന്തി, യാതൊരു നനവാണോ ഇന്ന് ഈ യുവതിയുടെ കണ്ണുകളിൽ കണ്ടത്, അതുപോലെയുള്ള നനവ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ലേഖകൻ മകളെ മടിയിലിരുത്തിയിട്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചിന്തിക്കുകയാണ്, എൻ്റെ അച്ഛനും ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ജോലിയായിരുന്നു. സാധനങ്ങൾ വിൽപ്പന നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ക്ഷീണിച്ച അവശനായിട്ടാണ് തിരിച്ചു വരാറുള്ളത്. അങ്ങനെ ക്ഷീണിച്ച അവശനായി തിരിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. അപ്പോൾ ആ നനവിൻ്റെ കാരണം എന്താണ്? ഇതുപോലെ ആളുകൾ വില പേശുമ്പോൾ ഇതുകൊണ്ട് ലാഭമില്ല, അല്ലെ കുടുംബം പോറ്റാനുള്ള, എങ്ങനെ എൻ്റെ കുടുംബം പോറ്റും, അങ്ങനെയൊക്കെയുള്ള ചിന്ത കാരണം അദ്ദേഹത്തിന് ആ വിഷമം കാരണമായി
ആയിരിക്കാം ഇവരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ലേഖകന് വളരെയധികം വിഷമം തോന്നുകയാണല്ലേ. എൻ്റെ പിതാജിയും എന്താണ് ഇതുപോലെയാണ്, നനഞ്ഞ കണ്ണുകളോടെയാണ് കയറി വരാറുള്ളത് എന്ന് അദ്ദേഹം ആ സമയത്ത് ചിന്തിക്കുന്നു. അപ്പം നമ്മളിവിടെ കണ്ടത് ഒരേ കാര്യം തന്നെ രണ്ട് പേര് രണ്ട് രീതിയിലാണ് എടുത്തത് അല്ലേ. എന്താ പറയുക, ഇതിലുള്ള ഭാര്യ എന്താണ് പറഞ്ഞത്, കുറച്ചുകൂടെ വിലപേശമായിരുന്നു എങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കുറച്ച് കിട്ടുമായിരുന്നു എന്നൊരു സ്വാർത്ഥ ഭാവത്തിലാണ് ഭാര്യ ചിന്തിച്ചതെങ്കിൽ, നമ്മുടെ കഥയിലുള്ള ഭർത്താവ് എങ്ങനെയാണ് ചിന്തിച്ചത്, അത് വളരെയധികം ഇവരുടെ ജീവിതം എന്തായിരിക്കും, അതുകൊണ്ടായിരിക്കാം ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഓർത്തത് കൊണ്ടായിരിക്കാം ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞത്. എൻ്റെ അച്ഛനും ഇതുപോലെ ആയിരിക്കാം, ട്രെയിനിലുള്ള എന്താ പറയുക വിൽപ്പനയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാവുന്ന കാരണത്താലേ ആവാം അദ്ദേഹം വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നത് എന്ന് നമ്മുടെ ലേഖകൻ ചിന്തിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിൽ നോക്കിക്കണ്ടു ഒരേ കാര്യം തന്നെ ആളുകൾ കാണുന്നത് പല രീതിയിലായിരിക്കാം അല്ലേ. എല്ലാവർക്കും എന്താ പറയുക കരുണയും അതുപോലെ തന്നെ സഹതാപമൊന്നും തോന്നണമെന്നില്ല. പക്ഷേ അങ്ങനെ തോന്നുന്നവരായിരിക്കണം നിങ്ങളെല്ലാം വളർന്നു വരുന്ന സമയത്ത് മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഒക്കെ തോന്നുന്നവരായിട്ട് വളർന്നു വരണം എന്നാണ് ഇവിടെ ലേഖിക പറഞ്ഞിരിക്കുന്നത്. അതൊരു കഥാവിവരണമാണ്. നമ്മുടെ ലേഖികയുടെ പേരെന്തായിരുന്നു, അഞ്ജു ഗർബന്ത എഴുതിയ ഈ കഥ ഒരു ലേഖകനായിട്ട് ഈ കഥയിലെ കഥാപാത്രം തന്നെയാണ് ഇതിൽ പിന്നെ ഈ കഥാവിവരണം നടത്തുന്നത് അല്ലേ. വളരെ മനോഹരമായ ഒരു കഥയാണ്, ലഘുകഥയാണ്. നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക, അർത്ഥങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അർത്ഥങ്ങൾ മാത്രം ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും, 1 വേർഡ് ക്വസ്റ്റ്യൻ ഇടുന്നതായിരിക്കും. തുടരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. കമൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ.